ഹായ്, ഞാൻ മൗളി ബക്കർ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഹാപ്പിയല്ലേ? പക്ഷെ ഞാൻ അത്ര ഹാപ്പിയല്ല കേട്ടോ. എന്താണെന്നറിയോ, ഞാനൊന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പാവയ്ക്ക ജ്യൂസ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ചിയേഴ്സ്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ജ്യൂസാണ്. നല്ല അടിപൊളി പാവയ്ക്ക ജ്യൂസ്. ഞാൻ ഡെയിലി ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് നാടൻ മുട്ടയാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇത് തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ കേട്ടോ. തണുപ്പ് പോകാൻ തേങ്ങ തിരുമ്മിയത് തീർന്നു. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയായി കേട്ടോ. ഇന്ന് ഞാൻ മാത്രമുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ദോശയും ചമ്മന്തി ആക്കാന്ന് വെച്ചു. അപ്പം നാടൻ മുട്ടയാണോന്നും ഇവിടെ എല്ലാവരും ഒക്കെ അടുത്ത് ഈ ചായപ്പൊടിയിൽ മുക്കിയിട്ട് വരുന്നതാണ് ചതവെന്ന് പറയും കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ പാവയ്ക്ക ജ്യൂസിനുള്ള ആണ്. അതിൽ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു നെല്ലിക്ക ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്ത് ഒരു ഹാഫ് ലെമണും പിഴിഞ്ഞൊഴിച്ചാൽ നമ്മുടെ പാവയ്ക്ക ജ്യൂസ് റെഡി കേട്ടോ. ഞാൻ ഡെയിലി കുടിക്കും കേട്ടോ. ഷുഗർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകും, എന്നാലും മിക്ക ദിവസവും കുടിക്കും കേട്ടോ. 1-2 ദിവസമൊക്കെ വിട്ടു പോകും. അപ്പം നമ്മുടെ തേങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് പോയി കഴിയുമ്പോൾ ഈ കത്തിയും കൊണ്ട് മെല്ലെ അങ്ങ് തോണ്ടിയെടുത്താൽ ഇതേപോലെ അങ്ങ് കിട്ടും കേട്ടോ. അത് മിക്സിയിലിട്ട് നമ്മൾ 2 കറക്ക് കറക്കിയാൽ നമുക്ക് നല്ല സൂപ്പർ തേങ്ങ റെഡി. കണ്ടോ, ഇതവിടെ സ്റ്റോക്ക് ചെയ്താൽ എനിക്ക് ഞാൻ അങ്ങനെ കേട്ടോ തേങ്ങ തരുമ്പി സൂക്ഷിക്കുക. രാവിലെ ഒന്നും നമുക്ക് ഈ തേങ്ങ ചിരണ്ടാനൊന്നും ഈ 5 മണിക്ക് എണീറ്റ് തേങ്ങ ചിരണ്ടാനൊക്കെ എവിടെ നേരം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടോ തേങ്ങ സൂക്ഷിക്കുക. അപ്പം നമ്മുടെ തേങ്ങ തിരുമ്മി റെഡിയാക്കി അത് വെച്ചേ. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് അവിടെ ഇരുന്നോളൂ, ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മുട്ടയാണോ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. നാടൻ മുട്ടയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ മഞ്ഞക്കരു നല്ല ലൈറ്റ് ഓറഞ്ച് കളറുണ്ടാവും, അല്ലെങ്കിൽ വെള്ള കളറായിരിക്കും. അപ്പം നോക്കട്ടെ. പറ്റിച്ചതാണ് കേട്ടോ അവർ. ഇത് നമ്മുടെ സാധാരണ മുട്ടയാണ്. പറ്റിച്ചു മോനെ, പറ്റിച്ചു. നമ്മളെ പറ്റിച്ചു. ഒരു രസമില്ല. കണ്ടാലോ എന്ത് നല്ല ഭംഗിയുള്ള നാടൻ മുട്ട അല്ലേ. അപ്പോൾ എന്നാൽ ദോശയും ചട്നിയൊക്കെ കഴിച്ചാലോ. എന്തായാലും മുട്ട നാടൻ മുട്ട അല്ലെങ്കിലും പുഴുങ്ങിയതല്ലേ, അതങ്ങ് കഴിച്ചേക്കാം. അപ്പോൾ